രാഷ്ട്രീയ ശത്രുക്കളോടൊന്നല്ല, വർഗശത്രുക്കളോട് പോലും ഉമ്മൻചാണ്ടിയോട് പിണറായി കാണിച്ചതുപോലെ കാണിക്കരുത്. വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിൻ്റെ മഹത്തായ നേട്ടമായി കഴിഞ്ഞ ദിവസം മദർ ഷിപ്പ് വന്നതോടുകൂടി ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ ഈ പദ്ധതിക്ക് കല്ലിട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് പരാമർശമില്ല, കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശമില്ല, ഭൂമി ഏറ്റെടുത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശമില്ല. അതേസമയം ഇ.കെ. നയനാരുടെ കാലത്ത് തുടങ്ങി വി.എസിൻ്റെ കാലത്തിലൂടെ വന്ന് തൻ്റെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചത്. പക്ഷേ ഏറ്റവും വിചിത്രം, അദാനിയുടെ മകൻ കരൺ അദാനി ആ ചടങ്ങിൽ പ്രസംഗിപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ പദ്ധതിയുടെ ആത്മാവും ഹൃദയവുമായിരുന്നു ഉമ്മൻചാണ്ടി. ആലോചിച്ച് നോക്കൂ, അദാനിയെ പോലെ ലോകം മുഴുവൻ സമ്പത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അദാനിയുടെ മകൻ കരൺ അദാനി ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നത് പോലെ പോലും ഓർക്കാൻ കഴിയാത്ത തരത്തിൽ എന്ത് ശത്രുതയാണ് ഈ പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രിക്ക് മരിച്ച ശേഷവും അദ്ദേഹത്തോടുള്ളത്. അതേ ചടങ്ങിൽ തന്നെ ശശി തരൂർ എം പി പങ്കെടുത്തിരുന്നില്ല. ശശി തരൂരിന് നന്ദി പറഞ്ഞു, കരൺ അദാനി നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റ് പാർട്ടികളിലെ നേതാക്കളായിക്കോട്ടെ അവരോട് ശത്രുതയുണ്ടാവാം, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റിയാണ്. കാരണം EMS മുതൽ ഇങ്ങോട്ട് വന്ന എല്ലാ സർക്കാരുകളും കൊണ്ടുവന്ന പദ്ധതികൾ തുടർന്നു വരുന്ന സർക്കാരുകൾ ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ടാണ് ഇന്ന് കാണുന്ന കേരളമുണ്ടായത്. അല്ലാതെ ഒരു പദ്ധതിയും ആ കാലത്ത് ഭരിച്ച ഒരു മുഖ്യമന്ത്രിയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും കാലയളവ് അവസാനിക്കുമ്പോൾ അവരത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതും അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് കൊണ്ടുവന്നത് കരുണാകരനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കൊച്ചിൻ എയർപോർട്ടിന് ഇടണം എന്ന ആവശ്യം എത്രയോ കാലമായി പറയുന്നുണ്ട്, ആരും അംഗീകരിച്ചിട്ടില്ല. കൊച്ചിൻ എയർപോർട്ടിന് വേണ്ടി അദ്ദേഹം ശ്രമം നടത്തുമ്പോൾ എൻ്റെ ദേഹത്തു കൂടി മാത്രമേ ഈ കൊച്ചിൻ എയർപോർട്ടിൽ പ്ലെയിൻ ഓടൂ എന്ന് പറഞ്ഞ നേതാക്കൾ പോലും ഉണ്ട്. ആ നേതാക്കൾ പിന്നെ ഈ ഇതിൻ്റെ കൊച്ചിൻ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായി മാറി. അപ്പോൾ ഇത് ഒരിക്കലും രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് ചേർന്ന, ധാർമ്മികതയ്ക്ക് ചേർന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കൊച്ചി മെട്രോ ആയാലും കണ്ണൂർ എയർപോർട്ടായാലും UDFൻ്റെ കാലത്ത് വന്ന കാര്യങ്ങൾ UDFൻ്റെ കാലത്ത് വന്നതാണെന്നാണ് ചരിത്രം. ആ ചരിത്രം തച്ചുടയ്ക്കാൻ എങ്ങനെ പിണറായി വിജയന് കഴിയും? ഒരാളിൻ്റെ പേര് പരാമർശിച്ചതുകൊണ്ട് അത് ഇല്ലാതാകുമോ? ഇപ്പം മോദി സർക്കാർ കാലാകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 10 കൊല്ലമായി മോദി സർക്കാർ ചെയ്യുന്നത് ചരിത്ര പുരുഷന്മാരെയും പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനികളെയും കോൺഗ്രസ് നേതാക്കളെയും എല്ലാം ഒന്നുകിൽ തങ്ങളുടേതാക്കി മാറ്റുക, അല്ലെങ്കിൽ അവരെ പ്രതിമകളാക്കി മാറ്റുക. അതേ നടപടി തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ശരിയല്ല. ചരിത്രത്തെ ആരും വിസ്മരിച്ചിട്ട് കാര്യമില്ല, ചരിത്രത്തെ ആഴത്തിൽ ചവിട്ടിത്താഴ്ത്തിയിട്ടും കാര്യമില്ല. യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് രാഷ്ട്രീയ സത്യസന്ധതയാകുന്നത്.